എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ റെയിൻബോ സ്കേർട്ടാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഇത് ഞാൻ പല കളേഴ്സും മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സ്കേർട്ടാണ്. അപ്പം 7 കളറാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ കളർ എടുത്തിട്ടുണ്ട്. എക്സാക്റ്റ് നമ്മൾ റെയിൻബോൻ്റെ കളേഴ്സ് ഒന്നും അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളതും എൻ്റെ കയ്യിലുള്ളതുമായിട്ടുള്ള കളേഴ്സ് എടുത്തത്. നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കണം എന്നില്ല, ഇതിലില്ലാത്ത കളേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 1/2 മീറ്റർ വെച്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ലൈനിങ് തുണി വേണം. ഞാൻ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്, കാരണം ഇതിൻ്റെ ടോപ്പ് ഞാൻ ബ്ലാക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട്. പിന്നെ നമുക്ക് ഇലാസ്റ്റിക് വേണം. ഇനി നമുക്ക് ഈ എല്ലാ കളേഴ്സും, ഈ 7 കളേഴ്സും ഞാൻ പ്ലെയിൻ നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. പ്ലെയിൻ നെറ്റാണ്, സോഫ്റ്റ് നെറ്റാണ് എടുത്തിട്ടുള്ളത്. 1/2 മീറ്റർ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. 7ഉം 1/2 മീറ്റർ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എൻ്റെ 1.25 വയസ്സായിട്ടുള്ള മോളുടെ അളവിലാണ് ചെയ്യണത്. ഇനി നമ്മളെല്ലാതും ആദ്യം തന്നെ ജോയിൻ ചെയ്ത് അടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ രണ്ടും നമ്മൾ ആദ്യം ഇതുപോലെ എടുക്കുക, എന്നിട്ട് ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് അടിക്കുക. അങ്ങനെ എല്ലാതും നമ്മൾ ജോയിൻ ചെയ്ത് അടിക്കുക. പിന്നെ ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് സ്കേർട്ടിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കി കട്ട് ചെയ്യുക, എന്നിട്ട് വേണം കേട്ടോ ചേർത്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 18 ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ, ഇറക്കം. നിങ്ങൾക്ക് സ്കേർട്ടിന് എത്ര ഇറക്കം വേണം നോക്കുക, എന്നിട്ട് എല്ലാതും നിങ്ങൾ അത്രയും ലെങ്ത്ത് എടുത്ത് കട്ട് ചെയ്യുക. പിന്നെ എല്ലാതും ഇതുപോലെ ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ 7 കളേഴ്സും ഒരുമിച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഈ ഒരു ഓർഡറിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാതും ഇതുപോലെ ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഞൊറികൾ ഇട്ട് കൊടുക്കണം സ്കേർട്ടിന്. അപ്പോൾ ഇത് നമുക്ക് ലൂസ് സ്റ്റിച്ച് കൊടുക്കാം. നമ്മുടെ എന്താ പറയുക, മെഷീനിൽ കാണി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വലിയ കാണി ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ലേ, ലൂസ് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ താഴെയുള്ള ത്രെഡ് വലിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഞെറിയിട്ട് കൊടുക്കാം. പിന്നെ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മളിത് നെറ്റിൻ്റെ മെറ്റീരിയലാണ്, ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സാധാരണ മെഷീനാണ്. അപ്പോൾ അതിൽ നമുക്ക് നൂല് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ പറയണത്. നിങ്ങൾക്ക് നോർമൽ മെഷീനിൽ വലിയ കാണിട്ടിട്ട് ലൂസ് സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ത്രെഡ് വലിച്ചാൽ മതി. ഇല്ല, അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സാധാരണ സൂചി നൂല് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. കൈകൊണ്ട് തുന്നിയെടുക്കുക ചെയ്യണത്. സാധാരണ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ ആ ത്രെഡ് വലിക്കുക. അങ്ങനെയും നമുക്ക് ഞൊറികൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് തുന്നലിൻ്റെ പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, നമ്മളവിടെ ഞൊറി കിട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയായാലും ചെയ്യാം. അല്ലാതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീനിലും ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി ലെങ്ത്ത് ഉള്ളത് കൊണ്ട് കുറേ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ മെഷീനിൽ ചെയ്യാൻ അത്ര എളുപ്പമായിട്ട് വരില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തുന്നിയെടുക്കുക ചെയ്തത്. അതുപോലെ എല്ലാം തുന്നി ഇതുപോലെ ത്രെഡ് വലിച്ചിട്ട് നമ്മൾ ഞൊറികൾ ഇട്ട് കൊടുത്തു. ഇനി ഞാനിതുപോലെ വേസ്റ്റ് ബാൻഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് ബാൻഡ് എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഞൊറികൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പം മോളുടെ അളവ് ഞാൻ പറയാം. 20 മോളുടെ വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. അതിൻ്റെ കൂടെ 5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കുഞ്ഞിന് എത്രയാണോ അരവണ്ണം വരുന്നത് അതിൻ്റെ കൂടെ 5 ഇഞ്ച് എടുക്കുക. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 25 കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 25. പിന്നെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ വേസ്റ്റ് ബാൻഡ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എത്രയാണോ അരവണ്ണം അതിൻ്റെ കൂടെ 5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. പിന്നെ ലൈനിങ് തുണിയാണ്. ഇത് ഞാൻ 2 മീറ്റർ ആണ് കേട്ടോ ലൈനിങ് തുണി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അതുപോലെ തന്നെ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഞൊറികൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചെയ്ത പോലെ തന്നെ ത്രെഡ് വലിച്ച് നമ്മൾ ഞൊറികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ലൈനിങ് ഞാൻ 2 മീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. മെയിൻ ക്ലോത്ത്, അതായത് നെറ്റിൻ്റെ ക്ലോത്ത് 1/2 മീറ്റർ വെച്ചിട്ട് 7 കളേഴ്സ് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്
നമ്മൾ മെയിൻ ക്ലോത്തിനേക്കാളും 2 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. നിങ്ങളുടെ സ്കേർട്ടിന് എത്ര ഇറക്കം എടുക്കുന്നത് അതിന് 2 ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ് എടുത്താൽ മതി, ഇറക്കം കേട്ടോ, സ്കേർട്ടിൻ്റെ ഇറക്കം. ഇനി ഇതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടും ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിതുപോലെ രണ്ടും ലൈനിങ്ങും നമ്മുടെ മെയിൻ തുണിയും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ പറയുക, റോങ് സൈഡിൽ നമ്മൾ വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കാൻ പോവാണ്. എന്താ പറയുക, ചീത്ത വശത്താണ് കേട്ടോ വേസ്റ്റ് ബാൻഡ് വെക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കാം. വേസ്റ്റ് ബാൻഡ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല വശത്തോട്ട് വേസ്റ്റ് ബാൻഡ് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കാണ് കേട്ടോ. ഇതുപോലെ തിരിച്ചെടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കണം. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 20 ഇഞ്ചാണ്. നമ്മുടെ എത്രയാണോ എക്സാക്റ്റ് നിങ്ങൾക്ക് വേസ്റ്റ് അരവണ്ണം എത്രയാണോ അത് തന്നെ എടുക്കുക ഇലാസ്റ്റിക്കിൽ കേട്ടോ. ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് എടുക്കുക, ഒന്നും എക്സ്ട്രാ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, അതുപോലെ തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ രണ്ടും കൂടി എന്താ പറയുക ജോയിൻ ചെയ്തടിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ലൈനിങ് ആണ് ആദ്യം അടിക്കുന്നത് കേട്ടോ. നല്ല തുണി മെയിൻ ക്ലോത്ത് ഉള്ളിലോട്ടാക്കിയിട്ട് ലൈനിങ്ങും മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് ഇതുപോലെ രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കണം. അപ്പോൾ ആദ്യം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. റെയിൻബോ സ്കേർട്ടാണ്, നല്ല കളർഫുള്ളാണ്. കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.